ജീത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള വലതുവശത്തെ കള്ളന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് 2018 പുറത്തുവന്ന കൂദാശ എന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ച ദിനു തോമസ് ഈലാനാണ്. ഈ പടത്തിന്റെ ടീസർ പുറത്തു വന്നപ്പോൾ നായകന്മാരെ കാണിക്കുമ്പോൾ അവരുടെ പേരുകൾ പരസ്പരം സ്വാപ്പ് ചെയ്തത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടികളുള്ള ഒരു തിരക്കഥയായിരിക്കും ഈ സിനിമയുടേത് എന്നൊരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ അതിന് ആകെ മൊത്തത്തിൽ ഒരു ഉപദേശ സ്വഭാവമാണ് ഉള്ളത്. ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ പാഠം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡൊക്കെ കാണുമ്പോൾ അതൊന്നും ഒട്ടും പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളെ അവതരിപ്പിക്കുകയാണ് മുഖ്യധാരാ സിനിമകളുടെ ഒരു രീതി എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ വലതുവശത്തെ കള്ളനിലേക്ക് വരുമ്പോൾ സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യത്തെ കൺവിക്ഷനോടെ അവതരിപ്പിക്കാൻ ആ പടത്തിന് സാധിക്കുന്നില്ല. കേസ് എടുക്കുന്നതിന് പകരം നമുക്കെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കാം, കേസ് എടുക്കണോ എന്നൊക്കെ ചിന്തിക്കുന്ന തരം ഒരു ടിപ്പിക്കൽ പോലീസ് ഓഫീസറായിട്ടുള്ള ആന്റണി സേവിയറാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. അങ്ങനെയിരിക്കെ ഒരു വുമൺ മിസ്സിംഗ് കേസ് ആന്റണിയുടെ അന്വേഷണ പരിധിയിൽ വരികയാണ്. എന്നാൽ ആന്റണിയുടെ സ്വഭാവം മനസ്സിലാക്കിയ പെൺകുട്ടിയുടെ അച്ഛനായിട്ടുള്ള സാമുവലിന് അന്വേഷണത്തിൽ വലിയ വിശ്വാസമില്ല. നീതി തേടുന്ന സാമുവൽ ഒരുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആന്റണി ചെന്ന് പെടുന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയുടെ രണ്ടാം പകുതിയിൽ നടക്കുന്നത് കുറഞ്ഞ ചില മണിക്കൂറുകളിൽ നടക്കുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ശ്രമങ്ങളാണ്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെ പ്രേക്ഷകന് മനസ്സിലാവാൻ വേണ്ടി പരത്തി പറയുന്ന എക്സ്പോസിഷൻ രീതി ഭയങ്കര ബോറാണ്. പോലീസുകാർ തമ്മിൽ പരസ്പരം ഇങ്ങനെയാണോ സംസാരിക്കുക, ഇവരെയൊക്കെ എങ്ങനെയാണ് പോലീസ് ഫോഴ്സിൽ എടുത്തത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരം സംഭാഷണങ്ങളാണ് ആ ഭാഗത്ത് പടത്തിൽ നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ ലിയോണ ലിഷോയെ അവതരിപ്പിക്കുന്ന കഥാപാത്രം ബിജു മേനോനോട് പറയുന്നുണ്ട്, ആ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ലൊക്കേഷൻ ജമ്പ് ചെയ്ത് കളിക്കുകയാണെന്ന്. കുറച്ചുകൂടെ കഴിയുമ്പോൾ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥ വിളിച്ചിട്ട് ഇതേ കാര്യം വീണ്ടും പറയുന്നു. അതായത് ജമ്പ് ചെയ്ത് കളിക്കുകയാണ്, ഇപ്പോൾ ശ്രീലങ്കയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ സൗത്ത് ആഫ്രിക്ക ആകുമെന്നൊക്കെ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് വാട്സാപ്പ് അമ്മാവനല്ല, ഒരു CIക്കാണ്. കോൾ ജമ്പിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നേരമില്ലാത്ത നേരത്താണ്. CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ഫോണുകളുടെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ പുള്ളി ഒരു മഹാമോശം പോലീസ് ഉദ്യോഗസ്ഥനാണ്. സംഭവം സിനിമ കാണുന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും ട്രാക്ക് ചെയ്യുമ്പോൾ സിഗ്നൽ ജമ്പ് ആകുന്നു എന്നത് പറഞ്ഞു കൊടുക്കാനാണ് ഇങ്ങനെയൊക്കെ കടന്ന് കഷ്ടപ്പെടുന്നത്. പക്ഷേ ഇതുപോലെ പരത്തി പറഞ്ഞ് അരോചകമാക്കുന്ന ഒരുപാട് മൊമെന്റുകൾ ഈ ത്രില്ലറിലുണ്ട്. മേക്കിംഗ് ലെവലിൽ ഒരുപാടൊന്നും ഇംപ്രവൈസ് ചെയ്യാതെ എഴുതി പൂർത്തിയാക്കിയ സ്ക്രിപ്റ്റിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിലിം മേക്കിംഗ് രീതിയാണ് ജീത്തു ജോസഫിൻ്റെതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഡയലോഗുകളിൽ ഉറച്ചു നിൽക്കുന്നത് കണ്ടാൽ അത് നമുക്ക് മനസ്സിലാവും. ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്കൊക്കെ ചില കഥാപാത്രങ്ങൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നത് സാഹചര്യവുമായിട്ട് ഒട്ടും ചേർന്നു പോകുന്നില്ല. പാരന്റിങ്ങിനെ കുറിച്ച് ഒരു ഉപദേശം കൊടുക്കണം എന്നൊരു ഉദ്ദേശം ഈ സിനിമയ്ക്കുണ്ട്. പക്ഷേ ഉപദേശം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇതിലെ മാസ്റ്റർ പ്ലാൻ കാണുമ്പോൾ ഉപദേശിക്കാൻ വന്നവൻ ഉപദേശം കിട്ടേണ്ടവനേക്കാൾ വലിയ സൈക്കോ ആണോ എന്ന് തോന്നിപ്പോകും. ഈ ഒരു സംഗതിയെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാമുവലിനും സേവിയറിനും ഒരേ IQ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും IQ ഉള്ള ആളോടാണ് നേരത്തെ സൈബർ സെൽ ഉദ്യോഗസ്ഥ ഫോൺ ജമ്പിങ്ങിനെ കുറിച്ച് സംസാരിച്ചത് എന്ന് ഓർക്കണം. ഭീഷണിപ്പെടുത്തി കേസ് പൊട്ടിക്കുന്നതല്ലാതെ ആ IQ സേവിയർ ഉപയോഗിക്കുന്നത് നമ്മൾ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ കൊണ്ട് ഇങ്ങനെ ഒരു വളഞ്ഞ കളി കളിപ്പിച്ച് ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാനുള്ള ശ്രമം കുറച്ച് കടന്നു കൈയായിട്ടാണ് തോന്നിയത്. പ്രൊഡക്ഷൻ ഡിസൈനിന്റെ സഹായത്തോടെ ഒരു മോണോക്രോമാറ്റിക് സ്വഭാവമുള്ള വിഷ്വലുകളൊക്കെ സിനിമയുടെ തുടക്ക ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. സിംഗിൾ ടേക്ക് ഷോട്ടുകളോട് ജിത്തു ജോസഫിന് പണ്ടേ ഒരു പ്രത്യേക ഇഷ്ടമുള്ളതാണ്. മെമ്മറീസിലെ ഹീസ് ഔട്ട് ദെയർ എന്ന സീക്വൻസ് ഒക്കെ പുള്ളിയുടെ ഈ സിംഗിൾ ടേക്ക് ഒബ്സഷനോടുള്ള തെളിവാണ്. പക്ഷേ അന്നത്തെ കാലത്ത് വിഷ്വൽ എഫക്ട്സും മറ്റ് സാങ്കേതിക വിദ്യകളും അത്ര മെച്ചപ്പെട്ട അവസ്ഥയിൽ അല്ലാത്തതുകൊണ്ട് അതെല്ലാം എടുത്തു കാണുമായിരുന്നു. എന്നാൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് പോലീസ് സ്റ്റേഷന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു നീണ്ട സിംഗിൾ ടേക്ക് ഷോട്ട് ഉണ്ട്. ഒരു ഗിമ്മിക്കായിട്ട് തോന്നാത്ത രീതിയിൽ സ്മൂത്ത് ആയിട്ട് അത് സെറ്റ് ചെയ്യാൻ ഇത്തവണ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഉപദേശ സ്വഭാവത്തിലേക്ക് പോകുന്ന സിനിമയെ ത്രില്ലിംഗ് ആക്കാൻ വേണ്ടി ചില ഭാഗത്തൊക്കെ ദൃശ്യത്തിലെ ഐക്കോണിക് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ ജിത്തു ജോസഫ് വേറെ രീതിയിൽ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ദൃശ്യത്തിൽ അത് നമ്മളെ ഞെട്ടിച്ചപ്പോൾ ഇവിടെ ഇതൊക്കെ എന്തിനാണ് എന്നൊരു ചിന്തയാണ് നമുക്ക് വരുന്നത്. പല സീനുകളെയും എലിവേറ്റ് ചെയ്യുന്നതിൽ വിഷ്ണു ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ആ സ്കോർ കൊടുക്കുന്ന ഇമോഷണൽ ഹെഫ്റ്റിനോട് നീതി പാലിക്കാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പടത്തിന്റെ ടീസർ കാണുമ്പോൾ ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ വളരെ ലെയേർഡ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, അവർ ചിലപ്പോൾ നമ്മളെ പറ്റിക്കും എന്നൊക്കെ തോന്നും. എന്നാൽ പടത്തിലേക്ക് വരുമ്പോൾ ഈ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് അവരെ ഏതാണ്ട് പൂർണ്ണമായിട്ടും മനസ്സിലാവും. ആരെയെങ്കിലും ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയിൽ ബിജു മേനോന്റെ ആന്റണി സേവിയർ തന്റെ സഹപ്രവർത്തകരെ നോക്കുന്ന നോട്ടം കണ്ടാൽ തന്നെ അയാൾ എത്തരത്തിലുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അയാളെക്കുറിച്ച് അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നുകയില്ല. ലേശ ആവേശം കുറഞ്ഞ ലാലു അലക്സിനെ പോലെയുള്ള ജോജു ജോർജിന്റെ അച്ഛൻ കഥാപാത്രം തുടക്ക ഭാഗങ്ങളിൽ അടിപൊളിയാണ്. സ്റ്റേഷനിൽ വരുന്ന ഭാഗങ്ങളിൽ ഡയലോഗ് ഡെലിവറിയും ബോഡി ലാംഗ്വേജും ഒരു ഉദ്വേഗം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ പടത്തിന്റെ അവസാനത്തേക്ക് വരുന്ന ചില സ്ഥലങ്ങളിൽ പുള്ളിക്കും എഴുതി വെച്ച ഡയലോഗുകൾ നാടകീയത ഇല്ലാതെ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. വൈഷ്ണവി രാജാണ് ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമായ ഐറീനെ അവതരിപ്പിച്ചിട്ടുള്ളത്. തരക്കേടില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു അത്. ആടുജീവിതത്തിൽ ഉണ്ടായിരുന്ന KR ഗോകുൽ ഡയലോഗ് ഡെലിവറി ശരിയാക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്.
ഇർഷാദ്, ലിയോണ ലിഷോയ്, ലെന മുതലായവരാണ് ഇതിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് എന്നത് ആദ്യമേ അങ്ങ് സെറ്റ് ചെയ്തിട്ട് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തുകൊണ്ട് ഒരു ത്രില്ലർ ഉണ്ടാക്കിയതുപോലെയാണ് വലതുവശത്തെ കള്ളൻ. സിനിമയുടെ ഉദ്ദേശം തന്നെ സെന്റിമെന്റൽ ഉപദേശമായതുകൊണ്ട് ഡീറ്റെയിലുകൾ ആളുകളിലേക്ക് ഏത് രീതിക്ക് റിവീൽ ചെയ്യണം എന്നതിനെ പറ്റിയൊന്നും തിരക്കഥ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. പ്രധാന കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ സവിശേഷതകളൊക്കെ കാണിക്കുമ്പോൾ ഇതെല്ലാം വേറെ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുമെന്നത് സിനിമ കാണുന്ന ഏത് സാധാരണ പ്രേക്ഷകനും മനസ്സിലാകും. ഇർഷാദ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും ആ കഥാപാത്രത്തിന്റെ മകനും ബിജു മേനോനും ഒക്കെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ സീന് ഈ പടത്തിലുണ്ട്. കാര്യമായി ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ ഒരുപക്ഷെ രണ്ടാം കാഴ്ചയിൽ ആ സീനിന്റെ പർപ്പസ് എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്റ്റേജ് ചെയ്യേണ്ട ഒരു സീനാണത്. പക്ഷേ ഇവിടെ അതൊരുമാതിരി സീരിയൽ പോലെ ഓരോരുത്തരുടെയും റിയാക്ഷൻ ഷോട്ടിലേക്ക് അമിതമായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് അവരത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. വിക്രം വേദയൊക്കെ പോലെ പിടിച്ചിരുത്തുന്ന ഒരു പസിലാകണം എന്നതൊക്കെയാണ് ഈ സിനിമയുടെ ആഗ്രഹം. പക്ഷെ പടം കാണാൻ വന്ന പ്രേക്ഷകനുള്ള ബുദ്ധിയെ വിശ്വസിക്കാൻ പടത്തിനൊരു മടിയുണ്ട്. പോരാത്തതിന് ത്രില്ലർ ഭാഗങ്ങളെ നുവാൻസസുകളോടെ അവതരിപ്പിക്കാനും പടത്തിന് സാധിക്കുന്നില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്